നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടോളി. പാട്ട് ഇവിടെ കേൾപ്പിക്കാൻ ഒക്കത്തില്ല, നിങ്ങൾ അങ്ങ് ഇമാജിൻ ചെയ്തോളാം. ഏതാണ്ടൊരു പാട്ടിന് കിടന്ന് തുള്ളുന്നതാ. കണ്ടില്ലേ? ഇതാണ്. അല്ലപ്പ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകത്തില്ലേ? ബ്രെയിൻ അല്ല, മൊത്തത്തിൽ സ്വിച്ച് ഓഫ് ആ പുള്ളിക്കാരത്തി. ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സിമ്പതിയായിരുന്നു കേട്ടോ അവരോട്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. കാരണം തേക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ഈ തേപ്പ് എന്ന് പറയുന്നത് ഒരു സീരിയസ് സംഗതിയാണ്. തേക്കുന്നവന്മാരെ തേക്കുന്ന അവളുമാരെ എടുത്ത് കിണറ്റിലിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ അവയാ പ്രശ്നമുണ്ടല്ലോ. ശരിയാണ്. സംഗീതം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെമ്പൈ സംഗീതോത്സവത്തിൽ പോയിട്ടുണ്ടോ? ഇടയ്ക്ക് അങ്ങോട്ട് പോകണം. അവിടെ തലയാട്ടാത്ത ഒരാളുമില്ല. നായി ഉണ്ടെങ്കിൽ ആ നായി ഒരു തലയാട്ടും. അതാണ് മ്യൂസിക്. അത്രയും മനുഷ്യരെ ആസ്വാദ്യത്തിൽ അതിന്റെ ഉന്നത തലത്തിന്റെ ഉച്ചഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സംഗീതത്തിന് സാധിക്കും. ഇവിടെ ഞാൻ തിരുവനന്തപുരമാണ്. അപ്പൊ എനിക്ക് ഇവിടെ തന്നെ ഇവിടുത്തെ ഗാനമേള ഇങ്ങനെയൊക്കെ വരാറുണ്ട്. ഈ അജാതി എന്നറിയാം. ഏത് പാതിരാത്രിയാണെങ്കിലും ഇതിനകത്ത് ആ ക്രൗഡിൽ പോയി നിന്ന് അത് ആസ്വദിക്കാൻ തോന്നും. അമ്മാതിരി ആയിരിക്കും. മെയിനായിട്ട് ചിത്ര ചേച്ചി വരുന്നതാണ് കാണേണ്ട കാഴ്ച. ഞാൻ ലാസ്റ്റ് കണ്ടത് ചിത്ര ചേച്ചിയുടെ ഒരു ഗാനമേളയായിരുന്നു. എന്താ മാസീവ് എന്നറിയോ? അവര് ചോദിക്കും പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അത് അവർ പറയും, അതിനനുസരിച്ച് പാടും. ആ പാട്ടിനനുസരിച്ചിട്ട് ആസ്വാദ്യകരമായിട്ട് അത് ആസ്വദിച്ചു കൊണ്ട് തന്നെ ആളുകൾ നൃത്തവും ചവിട്ടും. അല്ലാണ്ട് അരകുറ വസ്ത്രവും ഇട്ടുകൊണ്ട് സ്റ്റേജിൽ കയറി തുള്ളിയാൽ നിങ്ങളുടെ സംഗീതം അക്സെപ്റ്റ് ചെയ്യുമെന്ന് നിങ്ങളോട് ഇത് ആരാ പറഞ്ഞേ? ഈ ഇടയ്ക്ക് അമൃതയും കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. അമൃതയും അഭിരാമിയും കൂടെ സ്റ്റേജ് കവർ ചെയ്യുമ്പോൾ ഇമാതിരി കിടന്ന് കുറെ കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. എയ്തർ നിങ്ങൾ ഇങ്ങനെ കുറച്ച് മനസ്സിലാക്കിയിട്ട് പെരുമാറും, അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് കയറിയിട്ട് സ്റ്റേജിനെ കയ്യിലെടുക്കാൻ ഒക്കത്തില്ല. അതൊരു വലിയ ടാസ്ക്കാണ്, ചെറിയ ടാസ്ക് ഒന്നുമല്ല. നല്ല എഫർട്ട് ഉണ്ട്. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന ചിലപ്പോൾ കട്ട് ആൻഡ് പേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ആസ്വാദ്യകരമായിട്ടുണ്ടെങ്കിൽ നമുക്കൊപ്പം ആരാധകരും ഉണ്ടാകും. കലാഭവൻ മണിയുടെ ഇത് കാണുക, സെയിം ഭയങ്കരമായിട്ട് അയാൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വരും. ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് ഷോ കണ്ടിട്ടുണ്ട്. അപ്പോഴും കണ്ട കാഴ്ചയാണ്. പുള്ളി ഇങ്ങനെ നേരെ ഇങ്ങനെ ഓഡിയൻസിന്റെ അടുത്തേക്ക് വരും. ഭയങ്കര സൂപ്പർ ആയിരിക്കും അത്. അതേപോലെ റിമിക്ക് കുറച്ച് ഇളക്കം കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത്യാവശ്യം അവൾക്ക് സ്റ്റേജിനെ കൈയെടുക്കാൻ, ആ ഒരു ഓഡിയൻസിനെ കൈയെടുക്കാൻ അവളെ കൊണ്ട് സാധിക്കാറുണ്ട്. അപ്പോഴും അവളുടെ വസ്ത്രം ശ്രദ്ധിക്കുക. ഇന്ന് വരെ ഒരു വൾഗാരിറ്റി ആ പെണ്ണ് ഈ ഒരു സ്റ്റേജ് പെർഫോമൻസിൽ കൊണ്ടുവന്ന് കാണിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നല്ല വോയിസുമാണ്. നമ്മളുടെ സംഗീതത്തിന് മുഖ്യത്വം കൊടുക്കുക. അല്ലാതെ ഡ്രസ് കോഡിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ കേൾക്കേണ്ടി വരും ചേച്ചി. അതാ പ്രശ്നം. ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പുള്ളിക്കാരത്തി ഈ പറയുന്നതും കൂടെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണോ? നമ്മൾ വളരെ സാധാരണക്കാരാണ്, കേരളീയരാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, പക്ഷെ സാധാരണക്കാരാണ്. അത് നിങ്ങൾക്കൊരു സദാചാരവാദമായി തോന്നുന്നുണ്ടെങ്കിലേ അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണെന്ന്. ഏത് ലെവലിലുള്ള പീപ്പിൾ ആയിരുന്നാലും ശരി തന്നെ, എവറിത്തിങ് ഹാസ് എ ലിമിറ്റ്. ആ ലിമിറ്റ് ക്രോസ് ചെയ്യുമ്പോൾ ആളുകൾ അതിന് കമന്റ് പറയും. ഇത്തരം കുറേ വീഡിയോസ് ഉണ്ട്, ഞാൻ കുറേ കണ്ടു.